പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. ചിരരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൽ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപർവ്വം നൽകിയ ദിവ്യരഹസ്യ പരിഗണനത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും പുകഴെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധനിൽ സംപ്രീതനായി യോസിക്കുന്ന പരിശുദ്ധനും സ്തുതനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനുതവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എന്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 15 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിന്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരുണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായ കടം കൊടുക്കണം, അതിൽ ഖേദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് വേണ്ടി കൈയയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും.
എൻ്റെ സഹോദരനെ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 8 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. 1 വർഷം മുൻപേ നിങ്ങൾ അഭിലഷിക്കാനും പ്രവർത്തിക്കുവാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ. താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും. കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല. മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്നും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വം ഉണ്ടാകണമെന്നുമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6 1 മുതലുള്ള തിരുവചനങ്ങൾ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെയാകരുത്. നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ ഒരു തിരുവചന ഭാഗങ്ങളും പഴയ നിയമത്തിലെ ഭാഗങ്ങളും പുതിയ നിയമത്തിലെ ലേഖന ഭാഗങ്ങളൊക്കെയും ഒരു കാര്യം നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചനങ്ങളാണ്. നമുക്ക് ദൈവം സമ്പത്ത് നൽകിയിട്ടുണ്ട്. ആ സമ്പത്തിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും തിരുവചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം സമ്പത്ത് അത് എങ്ങനെ വിനിയോഗിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അതിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ആത്മീയ സമ്പത്ത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഭൗതിക സമ്പത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മളോട് ഇന്ന് പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഒരു വചനമുണ്ട്. അതെങ്ങനെയാണ്? അധികമുള്ളവർക്ക് അധികം മിച്ചമുണ്ടായില്ല, എന്നാൽ കുറവുണ്ടായിരുന്നവർക്ക് കുറവും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായൊരു തിരുവചന ഭാഗമാണ്. അതായത് ഉള്ളവർക്ക് അധികം മിച്ചം വയ്ക്കാനുണ്ടായില്ല, കുറവുള്ളവർക്ക് അധികം കുറവും ഉണ്ടായില്ല. ദൈവം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാം കൃത്യമായി നൽകുന്നുണ്ട്.
ഇതാണ് ദൈവത്തിൻ്റെ ഒരു പരിപാലന. അപ്പോൾ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നൊരു കാര്യം, നിങ്ങൾ സമ്പത്തിനെ കുറിച്ച് ആകുലരാകേണ്ട കാര്യമില്ല. ദൈവം എല്ലാം നമുക്ക് നന്മയ്ക്കായി തരുന്നു. നമുക്ക് ജീവിക്കാനുള്ളത് ദൈവം നമുക്ക് തരും. കാരണവന്മാർ പറയുന്ന പോലെ വാക്കേറിയ ദൈവം നമുക്ക് ഭക്ഷിക്കാൻ തരും. ഈ ഒരു ബോധ്യം, ഇതാണ് ദൈവത്തോടുള്ള ഒരു ആശ്രയത്വം, ദൈവത്തോടുള്ള സമർപ്പണം എന്ന് പറയുന്നത്. ഇനി ഈ സമ്പത്തിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ്. സമ്പത്തിനെ വിനിയോഗിക്കണം എന്ന് പറയുന്നത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അത് ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ ദൈവത്തിന് കൊടുക്കുക, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞത്, അധികമുള്ളവന് അധികം നീക്കിവെക്കാനുണ്ടായില്ല, കുറവുള്ളവന് അധികം കുറവും ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമ്പത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ എങ്ങനെ ചെലവഴിക്കണം. ധർമ്മദാനം, അതായത് നമ്മൾ ദാനധർമ്മം ചെയ്യുക. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത്ത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം ദാനധർമ്മമാണ്. ഈ ദാനധർമ്മം ദൈവവും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ഇനി ആ ദാനധർമ്മം ചെയ്യുമ്പോൾ ഇവിടെ പറയുന്നത്, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദൈവവും ഭിക്ഷ കൊടുക്കുന്ന ആളും ഭിക്ഷ സ്വീകരിക്കുന്ന ആളും, അങ്ങനെ 3 പേരാണുള്ളത്. ഈ 3 പേരിൽ നിന്ന് അപ്പുറത്തേക്ക് ഒരാൾ അറിയരുത് എന്ന് ഇന്നത്തെ ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമാണ്. കാരണം ചിലപ്പോൾ ധർമ്മദാനം ചെയ്യുമ്പോഴും ചാരിറ്റി ചെയ്യുമ്പോഴും ചിലപ്പോൾ രഹസ്യമായിട്ട് വയ്ക്കുന്നത് അപകടം തന്നെയാണ്. അപ്പോൾ പക്ഷേ കർത്താവ് പറയുന്നു, നിനക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ പരസ്യമാക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അപ്പോൾ തന്നെ ലഭിക്കുകയാണ്. പക്ഷേ കർത്താവ് പറയുന്നു, നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മത്തിന് വലിയ വിലയുണ്ട്. ഒരിക്കലല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വേളാങ്കണ്ണിയിലെ മരീൻ കൂട്ടായ്മയുടെ കൂടെ പോയപ്പോൾ അവിടെ ഇങ്ങനെ വേളാങ്കണ്ണിയിൽ കുറേ പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ്. ഭിക്ഷ എടുക്കുന്നവരുണ്ട്, മറ്റു പല രീതികളിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ 2 പേര്, 2 സഹോദരന്മാർ 2 വലിയ കിറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ 2 പൊതികളായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. ഇത് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂർ ഒരിക്കൽ റൗണ്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ഇപ്പോൾ പിന്നെ ഭിക്ഷാടനക്കാർ കുറവാണ്. ഇതേപോലെ ഒരു ചേട്ടൻ ഒരു വലിയ ഒരു സഞ്ചിയിൽ ഇങ്ങനെ നോട്ടും അതുപോലെ ചില്ലറ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ തൃശ്ശൂർ റൗണ്ടിൽ എവിടെയൊക്കെ അവർ ഭിക്ഷാടനക്കാർ കാണുന്നുണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിവിടെ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഈ ഭിക്ഷാടനം നടത്തുന്നവർ അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ വന്ന് ഒരു പൈസ ചോദിക്കുന്നവർ അവരുടെ ഒരുപക്ഷെ കള്ളത്തരമായിരിക്കാം. ചിലപ്പോൾ അവരത് വാങ്ങിച്ച് ചിലപ്പോൾ പോയി കുടിക്കുമായിരിക്കാം. ശരിയാണ്, സ്വാഭാവികമായിട്ടും സംഭവിക്കും. ഇന്ന് ചാരിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഒരു 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതെവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഒരു ചേട്ടൻ വഴിയിൽ വെച്ച് ബൈക്കിന് കൈ കാണിക്കുകയാണ്. അപ്പോൾ വളരെ പരോപകരമായൊരു കാര്യമാണല്ലോ. ശരി, അപ്പോൾ ആളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ആ ചേട്ടനെ വണ്ടിയിൽ കയറ്റി, ആളാണെങ്കിൽ നടക്കാൻ പാടില്ല, ചെറിയൊരു കാലിന് ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയിൽ കയറ്റി അത് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോകുമ്പോൾ ഒന്ന് നിർത്തൂ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നിർത്തി കഴിഞ്ഞ ഉടനെ ഈ കാലിന് വയ്യാത്തവൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സഞ്ചിയിൽ നിന്ന് ഒരു സാധനം എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഏറ് പൊട്ടിപ്പോയി. പോലീസുകാർ പുറത്തു വന്നപ്പോൾ ഒരു ബൈക്കുകാരൻ്റെ പുറകിൽ ഒരു കാലിന് വയ്യാത്തവൻ. അപ്പോൾ പരോപകാരം കാണിച്ചവൻ അവിടെ മാവോയിസ്റ്റ് തീവ്രവാദിയായിട്ട് മാറി. അപ്പം ഇന്നത്തെ കാലഘട്ടം വലിയ അപകടമുണ്ട്. നമ്മൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞ തിരുവചനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോഴും ഒരു പരോപകാരം ചെയ്യുമ്പോഴും സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്.
നമ്മൾ ചിലപ്പോൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകും, സർപ്പങ്ങളെപ്പോലെ വിവേകികളാകാൻ മറന്നുപോകും. അപ്പോൾ ചില വയ്യാവലികളൊക്കെ നമ്മൾ തലയിലെടുത്ത് വയ്ക്കേണ്ടി വരും. അപ്പോൾ കർത്താവ് പറയുന്നു, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ച് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒടുവിൽ പറയുന്നു രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആരെയും കാണിക്കേണ്ട കാര്യമില്ല, തമ്പുരാൻ കാണുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം നൽകും. മൂന്നാമത്തെ കാര്യം ഉപവാസമാണ്. ഉപവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ അല്പം ക്ഷീണമൊന്നും നിങ്ങൾ പറയരുത്. ക്ഷീണമുണ്ടാകാം, പക്ഷെ ക്ഷീണം കാണിക്കാതിരിക്കാൻ നിങ്ങൾ മുഖം കഴുകി പൗഡറൊക്കെ ഇട്ട് അല്പം പുട്ടിയൊക്കെ ഇട്ട് നടക്കാനാണ് കർത്താവ് പറയുന്നത്. കാരണം നീ ഉപവസിച്ചുവെന്ന് മറ്റുള്ളവർ അറിയരുത്, ക്ഷീണം മുഖത്ത് കാണരുത്. പക്ഷെ കർത്താവ് അത് കാണും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണമെന്ന് ഇന്നത്തെ ഈ ഒരു സുവിശേഷത്തിൽ ഈശോ പഠിപ്പിക്കുകയാണ്. ദൈവിക കാര്യങ്ങളെ എങ്ങനെ കാണണം? ദൈവിക കാര്യങ്ങളെ കാണേണ്ടത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കൂടി തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടോടുകൂടി കാണുമ്പോൾ നമുക്കതിൽ നമ്മുടേതായിട്ടുള്ള പേരും പ്രശസ്തിയും ഒക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണോടുകൂടി കാണുമ്പോൾ അതിന് നമുക്കൊരു നേട്ടങ്ങളുമില്ല, എല്ലാം ദൈവ നന്മയ്ക്ക് വേണ്ടി. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ അധികം ലഭിച്ചവനിൽ അധികം ഒന്നും മിച്ചമുണ്ടായില്ല, ഇല്ലാത്തവന് അധികം കുറവുണ്ടായില്ല. അപ്പോൾ ദൈവം നമുക്ക് എല്ലാം നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതൊക്കെ ദൈവം തരുന്നുണ്ട്. അപ്പോൾ ആ തരുന്നതിൽ നിന്ന് ഒരു പങ്ക് ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം നമ്മെ ഒരുപാട് ഒരുപാട് വളർത്തും. നമുക്കൊരു വലിയ സ്വസ്ഥത നൽകും, ശാന്തത നൽകും. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരികയും ചെയ്യും. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ ദാനധർമ്മങ്ങളിലും പ്രാർത്ഥന ഭക്തി നിർഭരമായിട്ടുള്ള പ്രാർത്ഥന ജീവിതത്തിലും അതുപോലെ നമ്മുടെ ഉപവാസങ്ങളിലും ത്യാഗങ്ങളിലും ദൈവം സംപ്രീതനായിക്കൊണ്ട് നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിന്റെ പരിവസ്തുവായി ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിന്നോടുകൂടി ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളെ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയാനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുവൈവിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി
അതുപോലാത്മജനും ദിവ്യരൂഹാക്കിൻ സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയേ. ഒന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും സ്ലീബാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെയും കാർഷിക മേഖലകളെയും ഞങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളെയും സമർപ്പിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങൾ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവൽ മലാഖമാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ.
കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ ദീക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടുകൂടി കർത്താവിന്റെ പ്രേരിക്കുകയും അവിടുത്തെ വിളിച്ചുദ്ദേശിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അന്വേഷിക്കുന്നവരെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയജനമായ ഉപദേശിക്കപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാനസം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു. തൊണ്ടകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടുകൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിലെ ഇസ്ഹാക്കിലെ യാക്കോബിന്റെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ഹോശാന ഹോശാന രാജാധിരാജ, ഹോശാന ഹോശാന രാജാധിരാജ, ഹോശാന ഹോശാന രാജാധിരാജ, ഹോശാന ഹോശാന രാജാധിരാജ. പരിശുദ്ധൻ 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 കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത്
വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ, മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലീത്താക്കും, മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്താക്കും, മാർ പോളി മെത്രാനും, പുരോഹിതമാർ, ശംശാനമാർ, സമർപ്പിത ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യസ്തർ, വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാർഗമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂര സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും, പരീക്ഷയ്ക്കായിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, ഞങ്ങളുടെ ഇടയിൽ നടത്തപ്പെടുന്ന വാർഷിക ധ്യാനത്തിൻ്റെ വിജയത്തിനും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവ്വസ്വം മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. കർത്താവേ, ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവ
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്കെല്ലാവർക്കും സത്യേതരങ്ങളോട് സമീപിക്കാം. അല്ലാത്തവർക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടുകൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇതാ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഒരിക്കലും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും ധരിസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ പ്രാപിക്കുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കും. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിൻ്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ.
തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ നമ്മെ ദൈവരാജ്യത്തിൽ നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കുകാരാക്കട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവളുടെ സന്താനങ്ങളുടെയും മേൽ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.